ശബരിമലയിൽ ഇന്ന് വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. പുലർച്ചെ 3 മണിക്ക് നട തുറന്ന ശേഷം 12 മണിക്കൂർ കൊണ്ട് 51,238 പേരാണ് ദർശനം നടത്തിയത്. ഇന്ന് ഒടുവിൽ വിവരം ലഭിച്ചപ്പോൾ 8,619 പേരും തത്സമയ ബുക്കിങ്ങിലൂടെ ദർശനം നടത്തിയിട്ടുണ്ട്. ഇന്നലെ മാത്രം 64,188 പേരാണ് ദർശനം നടത്തിയത്. ഇന്നലെ 9,676 പേരും തത്സമയ ബുക്കിങ്ങിലൂടെ ദർശനം നടത്തി. ഇന്നലെ മാത്രം 6,637 കുട്ടികളാണ് ദർശനം നടത്തിയത്. ഇക്കുറി മണ്ഡലകാലം ആരംഭിച്ച ആദ്യ ദിവസങ്ങളിൽ ദർശനം നടത്തുന്ന കുട്ടികളുടെ എണ്ണത്തിലും വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ബുദ്ധിമുട്ടൊന്നുമില്ലാതെ കയറാൻ പറ്റി. വെള്ളം കിട്ടി, വളരെ ബുദ്ധിമുട്ടായിരുന്നു കയറാനൊക്കെ കഴിഞ്ഞ വർഷം. ഇപ്പോൾ നല്ല സുഖമായിട്ട് കയറാൻ പറ്റി. വെള്ളം സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട്. നടപ്പാതെയാണെങ്കിലും വഴി മല കയറാനൊക്കെ കാലിനൊന്നും വലിയ വേദനയും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല സുഖമായിട്ട് കയറാൻ പറ്റി. അവിടെ നിന്നിട്ടില്ല, കുറച്ച് സമയം നിന്നിട്ട്. വളരെ സന്തോഷമായിട്ടുള്ള അനുഭവമാണ്. വരാനൊക്കെ വളരെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമുക്ക് എല്ലാ പോലീസുകാരുടെയൊക്കെ നല്ല സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ ഉണ്ട്. നമുക്കിവിടെ എത്തിച്ചേരുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. സന്തോഷമായിട്ട് നമുക്ക് എത്തി ഭഗവാനെ കണ്ടിട്ട് മടങ്ങാൻ പറ്റും. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ വർഷം. കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എല്ലാവർക്കും, ഭക്തജനങ്ങൾക്ക് മൊത്തം. പക്ഷേ ഈ വർഷം ആ ബുദ്ധിമുട്ട് ഒഴിവായിട്ടുണ്ട്. കാരണം നല്ല സൗകര്യങ്ങളാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ അറിയത്തില്ല. ഇനി സന്നിധാനത്തിലോട്ട് പോവുക. അപ്പം ഞങ്ങളെന്ന് പറഞ്ഞാൽ സത്രത്തിൽ മുക്കിൽ ഇറങ്ങിയിട്ട് നടന്നു വരുവാണ്, പുൽമേട് വഴി നടന്നു വരുവാണ്. നല്ല സഹകരണം, എല്ലാ ഉദ്യോഗസ്ഥരും നല്ല സഹകരണമായിരുന്നു. ശബരിമലയിൽ എപ്പോഴും വിവാദത്തിന് ഇടയാക്കുന്നത് അയ്യപ്പ ഭക്തർ മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ടി വരുന്നു. അവർക്ക് കുടിവെള്ളം ആവശ്യത്തിന് ലഭിക്കുന്നില്ല, ലഘുഭക്ഷണം ലഭിക്കുന്നില്ല, കുട്ടികൾക്കും വളരെയധികം സമയം ക്യൂ നിൽക്കേണ്ടി വരുന്നു. ഇതെല്ലാം മുൻ വർഷങ്ങളിൽ ശബരിമലയിൽ നിന്നും വിവാദങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇക്കുറി മണ്ഡലകാലം ആരംഭിച്ച് ഇത്രയും ദിവസം പിന്നിടുമ്പോൾ അത്തരം വിവാദങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ ഈ 18-ാം പടിയിൽ മണ്ഡലകാലം ആരംഭിച്ചതിന് ശേഷം 1 മിനിറ്റിൽ ശരാശരി 80ഓളം തീർത്ഥാടകർക്ക് 18-ാം പടി ചവിട്ടി കയറാൻ കഴിയുന്നുണ്ട്. മുൻ വർഷങ്ങളിൽ, അതായത് പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം ഇത് 70-ൽ താഴെയായിരുന്നു. ആ സമയത്താണ് മണിക്കൂറുകളോളം ക്യൂ നീണ്ടത്. വലിയ നടപ്പന്തലിലൊക്കെ 12 മണിക്കൂറോളം സമയമൊക്കെ ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്താനും മണിക്കൂറുകൾ തന്നെ എടുത്തിരുന്നു. ഏതായാലും ഇക്കുറി അത്തരമൊരു സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. ഇവിടെ ഇപ്പോൾ ഈ 18-ാം പടിയിൽ 15 മിനിറ്റ് മാത്രമാണ് ഒരു ഗ്രൂപ്പ് പോലീസ് ജീവനക്കാർ ഡ്യൂട്ടി ചെയ്യുന്നത്. അതിനുശേഷം ആ 15 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത ഗ്രൂപ്പ് പോലീസ് ജീവനക്കാർ ഡ്യൂട്ടിക്ക് എത്തുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ 20 മിനിറ്റ് ഡ്യൂട്ടി സമയമായിരുന്നത് ഇക്കുറി 15 മിനിറ്റ് ആക്കി കുറച്ചതിലൂടെ ആ ഒരു കാര്യക്ഷമത പോലീസ് ജീവനക്കാരുടെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 1 മിനിറ്റിൽ കൂടുതൽ അയ്യപ്പ ഭക്തരെ 18-ാം പടി ചവിട്ടി കയറ്റാൻ പോലീസുകാർക്ക് കഴിയുന്നുണ്ട്. ഇപ്രാവശ്യം എത്ര സമയം എടുത്തു പമ്പേന്ന് സന്നിധാനം വരെ വരാൻ എത്ര സമയം എടുത്തു? നല്ല ജീവനാണ്. ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, സുഖമായിട്ട് പോകുന്നു. നല്ല തിരക്കുണ്ട്, എന്നാലും കൺട്രോളിംഗ് ആണ്. അയ്യപ്പൻ അനുഗ്രഹം കൊണ്ട് ഇവിടെ എത്തി. അതെ, സുഖമായിട്ട് ഈ പ്രാവശ്യം വരാൻ പറ്റി അയ്യപ്പൻ അനുഗ്രഹം കൊണ്ട്. കഴിഞ്ഞ വർഷത്തെക്കാൾ എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്? നടത്തത്തിൽ നല്ല ഇതാണ്. നല്ല ദേവസ്വം നന്നായി ചെയ്തിട്ടുണ്ട്. തിരക്ക് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. നടക്കുമ്പോൾ നല്ല നടപ്പാതെയൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. വളരെ സന്തോഷം. കഴിഞ്ഞ വർഷം വളരെ കാലുമ്പലൊക്കെ വേദനയായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല, സുഖമായിട്ട് നടക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. വെള്ളം ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം കിട്ടുന്നുണ്ട്. നല്ല സൗകര്യങ്ങൾ ഗവൺമെൻറ് ഇത് വേണ്ടമാര് ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ അയ്യപ്പസ്വാമിക്ക് ഞങ്ങൾ വലിയ ഭക്തിയോട് കൂടിയിട്ട് വരുന്ന ആൾക്കാരാണ്. കുറേ വർഷങ്ങളായി വരുന്നു. ഈ വർഷം വളരെ സൗകര്യമായിട്ട് വരാൻ പറ്റിയിട്ടുണ്ട്. എല്ലാം അയ്യപ്പൻ്റെ കടാക്ഷം കൊണ്ട് സാധിക്കുന്നുണ്ട്. ഇങ്ങനെ നല്ല രീതിയിൽ അയ്യപ്പക്ഷേത്രം നല്ല രീതിയിൽ പോട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളെല്ലാം. സ്വാമിയേ ശരണമയ്യപ്പ. മണ്ഡലകാലം ആരംഭിച്ച് ഇത്ര ദിവസം പിന്നിടുമ്പോൾ ഭക്തർക്ക് യാതൊരു പരാതിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും സുഖദർശനം ലഭിക്കുന്നു എന്ന് തന്നെയാണ് അയ്യപ്പന്മാർ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ സന്നിധാനം.